നമ്മളിന്ന് ബോട്ടിങ് കപ്പേന് വയ്ക്കാൻ പോണത് നല്ല അടിപൊളി ബോട്ടൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നത്. നമുക്ക് നന്നാക്കണ്ട വന്നില്ല, കണ്ടോ, നല്ല ഇറച്ചി പോലെ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടി. അപ്പം നമ്മളിത് അടുപ്പത്ത് വയ്ക്കാം, കപ്പിട്ടെന്ന് വയ്ക്കും. അപ്പം നമ്മൾ സബോള, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂട്ടി തിരുമ്മി മുളക്, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ. ഇതൊരു 4 കിലോ ബോട്ടിൽ നമ്മൾ മേടിച്ചേക്കണേ. അപ്പം ഇഞ്ചി, പച്ചമുളക്, സബോള, വേപ്പിൻ്റെ ഇല, മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ ചേർത്ത് നമ്മൾ വയ്ക്കും. ഉപ്പ് ആവശ്യത്തിന് വയ്ക്കുക. വയ്ക്കാനാണ് മസാല കൂട്ടി. ഒരു 10 വിസിലെങ്കിലും അടിച്ചെങ്കിൽ ഇതൊന്ന് വേവുള്ളൂ കേട്ടോ. സാധാരണ ഇറച്ചിയുടെ വേവല്ലല്ലോ, അതിനേക്കാളും 2 ഇരട്ടി വേവുണ്ട്. അപ്പം എന്തെങ്കിലുമാണ് വേവുള്ളൂ. നന്നായി ക്ലീൻ ചെയ്ത് കിട്ടിയാൽ നമുക്ക് പണിയെടുക്കേണ്ട വന്നില്ല അധികം. നമ്മളങ്ങനെ 4 കിലോ ബോട്ടി എല്ലാ സാധനങ്ങളും ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ പോകും കേട്ടോ. നമ്മൾ കടയിൽ പോയിട്ട് കപ്പയും ബോട്ടിയും കഴിക്കുമ്പോൾ ഇതും വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റിന്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടേസ്റ്റിന് നമുക്ക് വയ്ക്കാൻ പറ്റും. നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ബോട്ടി വെന്തു. 10-12 വിസിലടിച്ചു. നമുക്ക് ബോട്ടി വെന്ത് കിട്ടി. ഇത് ആവി കളഞ്ഞ് നമ്മൾ റെഡിയാക്കാൻ പോകണം കേട്ടോ. ആവി കളയട്ടെ. നമ്മുടെ കിഴങ്ങ് കൂടെ വെന്തിട്ടുണ്ട്. കിഴങ്ങ് വെന്തു, നമ്മൾ ഇറക്കാണ്. കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ചില്ലെങ്കിൽ ഇത് ഈ കിഴങ്ങ് അതിനകത്ത് കൊള്ളില്ല, തിങ്ങി കിടക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചതാണ്. അപ്പോൾ നമ്മളിനി അടുപ്പത്തേക്ക് വയ്ക്കാൻ പോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ കിഴങ്ങും വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയുടെ വിലയാണ് നമുക്ക് താങ്ങാൻ പറ്റാത്ത. ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. നമ്മൾ വഴറ്റാൻ പോണ്. ഇഞ്ചി നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. ഇനി നമ്മൾ മുളക് പൊടി ഇടാൻ പോണേ.
2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ തീരെ മുളക് പൊടി കുറച്ച കാര്യമില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈസ്റ്റേൺ കറി പൗഡറിൻ്റെയാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ മസാല ആവശ്യത്തിന് ഇടണം, അത്ര മതിയാവും. ഇതിൽ കൂടെ കുറച്ച് ബോട്ടിൽ വയ്ക്കുന്നത് നമ്മൾ കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ വഴറ്റാം. വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ മാറിയില്ലേ നോക്കി, നല്ല മണം വന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയും നല്ലതെന്ന് അറിയാം. ഞങ്ങൾ കടയിൽ പോയി തട്ടുകടയിലൊക്കെ പോയി ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. എനിക്ക് ബോട്ടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ബോട്ടി ഒഴിക്കാൻ പോണ കേട്ടോ, വെന്ത ബോട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ കപ്പ വേവിച്ചത് ഇടാൻ പോണം. നമ്മൾ കപ്പ ഇടണം കേട്ടോ. ബോട്ടിയിൽ അത്രയും ചാറ് ഉണ്ടായ കാരണം കപ്പയ്ക്ക് കപ്പ ഇടുമ്പോൾ നല്ല പാകത്തിനുള്ളതിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും 2 കിലോ ബോട്ടി മേടിക്കുക. നമ്മുടെ വീട്ടാവശ്യത്തിന് ബോട്ടി മേടിക്കുക. ഇതേപോലെയാണ് ചെയ്യുക. നമ്മൾ ഫ്രഷായത് നമ്മുടെ വീട്ടിലുണ്ടാക്കി നമുക്ക് തിന്നാം. ഇതിൻ്റെ രുചി നമുക്കൊരിക്കലും വേറെ പുറമേ നിന്ന് കഴിച്ചാൽ കിട്ടില്ല. ആ കിഴങ്ങിലേക്ക് ഇതൊക്കെ ചേരുകളൊക്കെ ചേർന്നിട്ട് നമുക്ക് 10 മിനിറ്റ് മതിയാവും. കപ്പയും ബോട്ടിയും റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ നമ്മൾ കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തിട്ടൊന്ന് മൂടിയിട്ടാൽ ഉഷാറായി. അപ്പോൾ ഇനി നമ്മൾ ഇറക്കാൻ പോണ്. നമ്മുടെ കപ്പയും ബോട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.